അലമേലു ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഷൗമിയുടെ റോബോട്ട് വാക്യൂം ക്ലീനറാണ്. നമ്മളിത് ഏകദേശം ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാക്യൂം കറക്റ്റ് ചെയ്യുന്നുണ്ട്, വാക്യൂം ക്ലീൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മോപ്പിങ് കുറച്ച് പ്രശ്നമാണ്, അത് കുറച്ച് സ്റ്റക്കാവുന്ന ഇഷ്യൂ ഉണ്ട്. അതൊന്ന് റീബൂട്ട് ചെയ്തിട്ട് നോക്കണം, ഞാൻ ഇതുവരെ നോക്കിയില്ലത്. പിന്നെ ഇതിൻ്റെ സർവീസ് സെൻ്ററൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എംഐയുടെ. അതിൻ്റേതായ കുറച്ച് എംഐയുടെ ഇപ്പോൾ മൊബൈലിൽ ചെയ്യുന്ന അടുത്തല്ലല്ലോ ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് മാറ്റുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മേടിച്ച സാധനങ്ങൾ ആദ്യം നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ചൂലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ ബ്രഷാണ്, ഇതിൻ്റെ അടിയിൽ വരുന്ന സാധനമാണേ. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഇതിനകത്ത് മാറ്റാൻ പോകുന്ന സാധനം ഫിൽറ്ററാണ്. നമ്മളിത് 2 എണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് നമ്മളിപ്പം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അത് ഇരിക്കുന്ന ഫിൽറ്ററിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് മേടിക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ ഇമ്പിൾട്ടായിട്ട് ഈ സാധനം വരും. ഇത് മോപ്പിൻ്റെയാണ്, നമ്മൾ തുടയ്ക്കാനുള്ള മാപ്പ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. പക്ഷേ നമുക്കത് ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ട. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ മാറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതൊരു ചൂലാണ്. കാരണം ഇതാണ് വെളിയിൽ കിടക്കുന്ന സാധനത്തിനെയൊക്കെ തൂത്ത് ഇതിൻ്റെ സെൻട്രലോട്ട് ആക്കി കൊടുക്കുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നൊരു സാധനമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ബ്ലേഡ് ഉണ്ട്. അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിന് വലിയ കുഴപ്പമില്ല, കാരണം നമുക്ക് ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കയറി നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ടൊരു ബ്ലേഡ്, പിന്നെ ഇത് വൃത്തിയാക്കാനുള്ള ഒരു സാധനമൊക്കെയാണിത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇതപ്പോൾ ഇതാണ് അതിൻ്റെ വേസ്റ്റ്. അകത്തോട്ട് കാണിച്ച് നമ്മുടെ വീട്ടിലെ നമുക്ക് കുറച്ച് ആളുകളുണ്ട് ഈ വീട്ടിൽ കേട്ടോ, അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെയാണത്. പിന്നെ ഇതാണ് അതിൻ്റെ ഈ ഡസ്റ്റ് കളക്ട് ചെയ്യുന്ന സാധനം. ഇതാണ് ബോക്സ്. ഇതിൻ്റെ അകത്തൊരവസ്ഥ ഇങ്ങനെ കാണിച്ചു തരാം, കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇതതിൻ്റെ ഫിൽറ്ററാണ്. ഇതൊരു തട്ടി ഇപ്പോൾ ഇങ്ങനെ കാണാൻ അത് എന്ത് പൊടിയുള്ളത് കണ്ടാ. നമ്മളിത് ഒഴിവാക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞു. നമ്മളിപ്പം ഇതിനകത്ത് ഇത്രയും പൊടി, ഇത് നമ്മുടെ പൊതുവേ നമ്മുടെ വീട്ടിലുണ്ടാകുന്നൊരു സാധനമാണ്. ഇത് നമ്മൾ ശ്വസിക്കുകയും ചെയ്യുന്നൊരു സാധനമാണ്. നമ്മൾ നോർമലി തൂത്ത് കഴിഞ്ഞാൽ ഇത്രയും പൊടിയൊന്നും നമ്മൾ ചൂലിൽ നമുക്ക് മോപ്പ് ചെയ്താലും ഒന്നും വരത്തില്ല. പക്ഷെ കാരണം ഇതുകൊണ്ട് നമ്മളൊന്ന് വീട് ക്ലീൻ ചെയ്തതിന് ശേഷം മോപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്താവും, നമുക്ക് പൊടിയൊക്കെ ഇല്ലാതിരിക്കും, നല്ലൊരു ശ്വാസം മര്യാദയ്ക്ക് എടുക്കാം. അതാണ് മെയിനായിട്ടൊരു ഗുണം. കാരണം നമ്മൾ തൂത്താൻ നോർമലി വരത്തില്ല. ഇതുണ്ടല്ലേ, ഇതിപ്പം പൊതുവേ നമ്മൾ വെളിയിൽ നമുക്ക് ഇവിടെയാണ് വെള്ളം ഫില്ല് ചെയ്യാനുള്ളത്, ഇതിനകത്താണ് കേട്ടോ. ഇതിൽ നമുക്ക് മോപ്പിങ്ങിന് വെള്ളം ഇതിൽ ഫില്ല് ചെയ്യാം. നമ്മൾ മോപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം ഫില്ല് ചെയ്യാറില്ല. നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ഇതിനകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വൃത്തിയാക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം മേടിച്ചിട്ട് ഒരു വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത് മാറ്റുന്നത്. സത്യത്തിൽ ഇതൊരു 5-6 മാസത്തിൽ നമ്മളിത് ചേഞ്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മളിത് മാറ്റിയില്ല. അപ്പോൾ മാറ്റാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഈ പൊടിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതിനകത്തോട്ട് എടുത്ത് വയ്ക്കുക, ലോക്ക് ചെയ്യുക. ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇതിപ്പം പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് ഇതിനകത്ത് നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ പരിപാടി കഴിഞ്ഞ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം, ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ അടിഭാഗത്തിൻ്റെ ഒരു അവസ്ഥ. നമ്മളിവിടെയാണ് കേട്ടോ മോപ്പിൻ്റെ സാധനം വെക്കുന്നത്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളിൽ ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ സാധനം കറക്റ്റാണ് പൊടി ഇതിൻ്റെ ഇടയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിത് മാറ്റാം. ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഇത് ഓൾറെഡി പൊട്ടി ആകെ ഒരു പഴുതിയായി ഇരിക്കുകയാണ്, കണ്ടില്ലേ? ഇതാണ് പൊട്ടി മുടിയും കണ്ടോ. ഇത് മൊത്തം ഇതിന് വളരെ മോശാവസ്ഥയിലാണിത്. ഇതിനകത്ത് പൊട്ടി കയറി പോയത്. അപ്പം ഏതാണ്ട് നീണ്ട ഒരു വർഷത്തിന് ശേഷം നമ്മുടെ അലമേലുവിന് മോചനം ലഭിക്കുകയാണ്. അതിന് പുതിയ ചിറകുകൾ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ തൂത്ത് വാരട്ടെ വൃത്തിയായി. സിമ്പിളായിട്ട് തന്നെ ഇതിലൊരു ഹോളുണ്ട്, അതിലേക്ക് കയറ്റി വയ്ക്കുക. എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെ. അത് വയ്ക്കുക, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ക്യാപ്പ് വളരെ സിമ്പിളാണ്.
ഇത്രയും പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ അലമേലുവിന് പുതുജീവൻ കൊടുത്തിരിക്കുകയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്നേഹം മാത്രം.